അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി എങ്ങനെ നമുക്ക് AI വെച്ച് ചെയ്യാം. ഏത് AI, അതായത് ഇപ്പോൾ ChatGPT വേണമെങ്കിൽ ChatGPT യൂസ് ചെയ്യാം, ഗൂഗിളിൻ്റെ നാനോ ബനാനോ പ്രോ യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ChatGPT യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ബേസിക് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ നല്ല ഫോട്ടോസ് എങ്ങനെ നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ വലിയ ലൈറ്റിംഗ് സെറ്റപ്പും പരിപാടിയൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. എന്നാൽ നമുക്കൊരു സംഭവത്തിൻ്റെ ഒരു നല്ല ഫോട്ടോ കിട്ടണം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കത് ഒരു ബേസിക് ഫോട്ടോ വെച്ചിട്ട് ഒരു നല്ല ഫോട്ടോ അതിൽ നിന്ന് എടുക്കുക, എങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നോക്കിയ N70 ഫോട്ടോ. ഈ ഫോട്ടോ കണ്ടില്ലേ, ഇത് വളരെ ലോ ക്വാളിറ്റി ഫോട്ടോ ആണ്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ റെസൊല്യൂഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് കാണാനും കൂടി ഇല്ല. നമ്മുടെ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ വെച്ചിട്ട് ഈ ഫോട്ടോൻ്റെ റെസൊല്യൂഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് സൂം ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് ChatGPTയോട് നമ്മൾ ചോദിക്കാൻ പോവാണ്. ഫോട്ടോ from this reference. ഇപ്പം ഞാൻ ChatGPTയോട് ചോദിക്കുകയാണ്, ഈ ഫോട്ടോ വെച്ചിട്ട് 2026 ഒരു ഹൈ എൻഡ് സ്റ്റുഡിയോ ഫോട്ടോഷൂട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എങ്ങനത്തെ ഫോട്ടോ ആണ് കിട്ടുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഫോട്ടോ ജനറേറ്റ് ചെയ്ത് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വേറെ വലിയ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽ ചെയ്ത പോലെ ഇന്ന ഫോട്ടോ എങ്ങനെയായിരിക്കും, ഇന്ന ആംഗിളായിരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ ബേസിക് ആയിട്ടുള്ളൊരു നല്ല ഫോട്ടോ ChatGPT ജനറേറ്റ് ചെയ്ത് തരുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കി നോക്കാം. ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ഓക്കെ, നൈസ്. സെയിം ഫോട്ടോ തന്നെ 2026 ഒരു സ്റ്റുഡിയോയിൽ വെച്ചെടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, അതാണ് ഇപ്പോൾ ജനറേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. പഴയ ഫോട്ടോ ഇങ്ങനെയാണ്, അത് കാണാനും കൂടി ഇല്ല. പുതിയ ഫോട്ടോ സെയിം ഡീറ്റെയിൽസ് അവർ എൻഹാൻസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും ലോ ക്വാളിറ്റി ഫോട്ടോ ആണെങ്കിൽ പോലും എന്തെങ്കിലും പ്രൊഡക്റ്റോ എന്തെങ്കിലും വീട്ടിലുള്ള എന്തെങ്കിലും സാധനം നമ്മൾ പഴയ ഫോണിൽ എടുത്ത സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ നമുക്ക് ChatGPTയിൽ ഇട്ടിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും ലോ ക്വാളിറ്റി ഫോട്ടോ അല്ല നമ്മൾ ചെയ്തത്. ഇതിന് പകരം ഹൈ ക്വാളിറ്റി റെഫറൻസ് ഇമേജസ് ഉണ്ടെങ്കിൽ നമുക്ക് പലതരം പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് AI വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ബേസിക്സ് ഓഫ് AI പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.